അളിയ കയറില്ലെന്ന് പറഞ്ഞാൽ കടൽ കയറാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സംസ്ഥാന സർക്കാരും മന്ത്രി സജി ചെറിയാനും ഇങ്ങനെ പോയാൽ ജനം പറയും അളിയ ഇനി പുതിയ മന്ത്രിസഭയൊന്നും വേണ്ട, മൂന്നാം വട്ടവും പിണറായി സർക്കാർ വരണ്ട എന്ന് 10 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ പൊറുതിമുട്ടിയെന്ന്. കടൽക്ഷോഭത്തിനെതിരായ പ്രതിഷേധങ്ങളോട് പരിഹാസരൂപേണ പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ വലിയ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. കടലിൽ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു, അപ്പോൾ കടൽ കയറുമെന്നും കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളോടുള്ള പ്രതികരണമായി മന്ത്രി കൂട്ടിച്ചേർത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇത്രയും വേദന ജനങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് മന്ത്രി കടലും അളിയനും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും വിമർശനം. അവിടെ കൊണ്ട് തീർന്നില്ല CPM-ന്റെ ലീലാവിലാസങ്ങൾ. കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിൽ CPM ഭാരവാഹികൾ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. കോട്ടയം വൈക്കം തലയാഴം പഞ്ചായത്തിൽ കുടുംബശ്രീ ഉൽപാദന യൂണിറ്റിന്റെ പേരിൽ CPM ഭാരവാഹികൾ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. പാവപ്പെട്ടവന്റെ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കണക്കിലാണ് ക്രമക്കേടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഒരുമ എന്ന പേരിൽ ഇതുവരെ പ്രവർത്തിക്കാത്ത ഉൽപാദന ഗ്രൂപ്പുണ്ടാക്കി വിവിധ ഉപകരണങ്ങൾ വാങ്ങിയതിലൂടെ 1,45,000 രൂപയുടെ ക്രമക്കേട് നടന്നതാണ് പരാതി. CDSന്റെ താൽക്കാലിക ചുമതല വഹിച്ച CPM അംഗം ഉൾപ്പെട്ട ഒരുമ ഗ്രൂപ്പിന്റെ ജോയിന്റ് അക്കൗണ്ട് മുഖേനയാണ് പണം ഇടപാട് നടന്നത്. ഉപകരണങ്ങൾ വാങ്ങിയതും വർക്കിംഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും അറിഞ്ഞിട്ടില്ല എന്നാണ് ആക്ഷേപം. സർക്കാർ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട BJP അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2022 മുതലുള്ള കണക്ക് വിശദമായി പരിശോധിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. MDMA-യുമായി CPM നേതാവ് ഉൾപ്പെടെ 2 പേർ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാരക മയക്കുമരുന്നായ MDMA-യുമായി CP നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. CPI പാളയം ലോക്കൽ കമ്മിറ്റി അംഗമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും MDMA പിടിച്ചെടുത്തു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം സെക്രട്ടറി അറിയിച്ചു. ഇയാൾക്ക് സംഘടനാ ചുമതല നൽകിയിരുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നൊക്കെ പാർട്ടി പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോയാൽ നേതാക്കന്മാർ തന്നെ ഒരു വശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു, മറുവശത്ത് ലഹരിയുമായി മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. PP ദിവ്യയുടെ ബിനാമി ഇടപാട് വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണം ഉന്നത CPM നേതാക്കളിലേക്ക് എത്തുമെന്ന ഭയമാണെന്നും മുഹമ്മദ് ഷമ്മാസ്. PP ദിവ്യയുടെ അഴിമതി ബിനാമി സ്വത്തിടപാടുകളും സംബന്ധിച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിന്മേലുള്ള അന്വേഷണം സർക്കാർ തലത്തിൽ അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം. ബിനാമി കമ്പനി രൂപീകരണവും വഴിവിട്ട കമ്പനിക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ കരാറുകളും സംബന്ധിച്ച അന്വേഷണം ചില ഉന്നതരായ CPM നേതാക്കളിലേക്കും അവരുടെ മക്കളിലേക്കും നീളുമെന്നതുകൊണ്ടാണ് അന്വേഷണം അട്ടിമറിക്കുന്നത്. തെളിവുകളും രേഖകളും സഹിതം പരാതി നൽകി 4 മാസം പിന്നിട്ടിട്ടും പരാതിക്കാരനായ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ മൊഴിയെടുക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ആക്ഷേപം. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി വൻ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ PP ദിവ്യക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ തൊട്ടു പിന്നാലെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. ഇതിനിടയിൽ പലതവണ വിജിലൻസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ചോദിച്ചിട്ടും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും 4 മാസം മുൻപ് നൽകിയ പരാതിയുടെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് ഒരു മറുപടിയും ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ നിലവിലെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനെ നേരിൽ കണ്ടിട്ടും പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നോ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചോ വ്യക്തമായൊരു മറുപടി നൽകിയില്ല എന്നാണ് ആക്ഷേപം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയെ സംരക്ഷിക്കാനായി മാത്രം CPM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല. മറിച്ച് ബിനാമി ഇടപാടുകളിൽ ശരിയായ അന്വേഷണം നടന്നാൽ ഒരു ഉന്നത CPM നേതാവും കുടുംബവും പാർട്ടിയിലെ ചില പ്രമുഖരും കുടുങ്ങും എന്ന ഭയമാണ് ഈ നീക്കത്തിന് പിന്നിൽ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് മനസ്സിലാക്കിയ യോഗേഷ് ഗുപ്ത മുഖം നോക്കാതെ നടപടിക്ക് ശുപാർശ ചെയ്തതാണ് സർക്കാരിനെയും CPM-നെയും ചൊടിപ്പിച്ചത്. ഇതുൾപ്പെടെ അദ്ദേഹം സ്വീകരിച്ച പല ധീരമായ തീരുമാനങ്ങളുടെയും പേരിൽ, നടപടികളുടെ പേരിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും രക്ഷയില്ലാത്ത അവസ്ഥ. സർക്കാർ തന്നെ അദ്ദേഹത്തെ വേട്ടയാടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അർഹതയുണ്ടെങ്കിലും അദ്ദേഹത്തിന് DGP പദവി നൽകില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ്.